എൻ്റെ പേര് ഷിനു P.S എന്നാണ്. ഞാൻ ശാസ്താംകോട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നാണ് ഞാൻ ബിരുദം പാസ്സായത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ ആണുള്ളത്. എൻ്റെ അമ്മ ഒരു പ്രാഥമിക സഹകരണ സംഘത്തിലാണ് ജോലി ചെയ്യുന്നത്. അമ്മ പ്രാഥമിക സഹകരണ സംഘത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞുനാൾ മുതലേ ബാങ്കിങ് മേഖലയോട് എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിൽ തന്നെ എനിക്ക് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ഒരു ജോലി എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ബാങ്കിങ് മേഖലയോട് താല്പര്യമുള്ളത് കാരണം ബാങ്കിങ് മേഖലയിൽ തന്നെ ഒരു ജോലി സ്വന്തമാക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് ഈ ബാങ്കിങ് മേഖലയിലൊരു പ്രൊഫഷൻ ഉണ്ടാക്കിയെടുക്കുക അത്ര പ്രയാസകരമായ ഒരു കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് അതിനകത്ത് കിട്ടിയാൽ വളരെ എളുപ്പത്തിൽ എനിക്ക് അതിനകത്തൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന എൻ്റെ കുറച്ച് അറിയാവുന്ന പരിചയക്കാരോടും സീനിയേഴ്സിനോടും ഒക്കെ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ ICDയിൽ നിന്നാണ് അവർ കോച്ചിങ് നടത്തിയെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ ICDയിൽ അഡ്മിഷൻ എടുക്കുകയും അപ്പോൾ അവർ എങ്ങനെയാണ് ഒരു ബാങ്ക് റിലേറ്റഡ് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു വ്യക്തമായ പ്ലാൻ എനിക്ക് തരികയുണ്ടായി. അതായത് QA, റീസണിങ്, ഇംഗ്ലീഷ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക, മറ്റുള്ള മേഖലകളിൽ മുഴുവൻ ക്വസ്റ്റ്യൻസിനകത്ത് എത്തുകയും നമുക്ക് സിമ്പിളായിട്ടുള്ളത് മാക്സിമം സ്കോർ ചെയ്യുകയും ആ കട്ട് ഓഫ് കടന്നുകൂടുകയും കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യുക, എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നൊരു ഗൈഡൻസാണ് അവരെനിക്ക് മോസ്റ്റ്ലി തന്നത്. പിന്നെ ഇഷ്ടംപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും ഒക്കെ അവർ അലോ ചെയ്തിരുന്നു. അപ്പോൾ അത് മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ട് ചെയ്തതും സ്റ്റഡി മെറ്റീരിയൽസ് കൂടുതലായിട്ടും വർക്കൗട്ട് ചെയ്തതുമാണ് എനിക്ക് ഈ ഒരു SBI PO ഇപ്പം ക്ലിയർ ചെയ്യാൻ പറ്റിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. SBI ക്ലർക്ക് പ്രിലിംസാണ് ഞാൻ ആദ്യമായി ക്വാളിഫൈ ചെയ്യുന്നൊരു ബാങ്ക് എക്സാം. ICD ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകളും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ അവൈൽ ചെയ്യുമായിരുന്നു. ഞാൻ മോക്ക് ടെസ്റ്റിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം സക്സസ് ആവത്തില്ലെന്ന് എനിക്ക് SBI ക്ലർക്ക് മെയിൻസ് എക്സാം എഴുതിയപ്പോൾ മനസ്സിലായി. എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നു അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ബാങ്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മെയിൻസ് എക്സാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതിൽ പിന്നെ ഞാൻ 2-3 ദിവസം കൂടി ഇരിക്കുമ്പോൾ ഓരോ SBI ക്ലർക്ക് പ്രിലിംസിൻ്റെയോ മെയിൻസിൻ്റെയോ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ മോക്ക് ടെസ്റ്റിൻ്റെ മാർക്കും അതിനകത്ത് ഏതൊക്കെ ഭാഗത്താണ് തെറ്റ് പറ്റിയത്, ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നുള്ളത് വെച്ച് ഞാൻ ശ്രദ്ധ ചെലുത്തേണ്ട ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാണ് പിന്നീട് പഠിച്ചത്. അങ്ങനെ ജനുവരി 2021 ജനുവരി 4 SBI POയുടെ പ്രിലിംസ് വന്നത്. അതിന് മുന്നേ തന്നെ മോക്ക് ടെസ്റ്റുകൾ ധാരാളം ചെയ്തതുകൊണ്ട് SBI PO പ്രിലിംസ് എനിക്ക് അത്ര ഒരു ടഫ് കോമ്പറ്റീഷനായിട്ട് തോന്നിയില്ല. ഞാൻ ഒരു 72 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനകത്ത് എനിക്ക് 64 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. എക്സാമിന് ശേഷം എക്സ്പെക്റ്റഡ് കട്ട് ഓഫും അതും ഇതുമൊക്കെ നോക്കിയപ്പോൾ എല്ലാം 60 താഴെയായിരിക്കും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എല്ലാവരും ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ കരുതി. അവസാനം റിസൾട്ട് വന്നപ്പോഴും ഈ കട്ട് ഓഫ് 58.5 ആയിരുന്നു കട്ട് ഓഫ്. എനിക്ക് 67 മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നു. അതിനുശേഷം SBI മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചിരുന്നു. അതിന് SBI ക്ലർക്ക് പ്രിലിംസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചിരുന്നു. അതായത് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അന്ന് മുതലേ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം പ്രിലിംസ് റിസൾട്ട് വന്നതിൽ പിന്നെ ICD ബന്ധപ്പെട്ട് മെയിൻസിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ICD അവൈൽ ചെയ്ത് തന്നിരുന്നു. എങ്ങനെയാണ് ഈ GA ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് GA പഠിക്കേണ്ടത്, അതായത് വീക്ക്ലി വൈസുള്ള GA, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ICD PDF ആക്കി നോട്ടാക്കി പ്രിൻ്റ് ഔട്ടാക്കി നമുക്ക് തരുമായിരുന്നു. പസിൽസ്, റീസണിങ്, ഇംഗ്ലീഷ്, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്നുള്ള പ്രോപ്പർ ഗൈഡൻസ് ICDയിൽ നിന്ന് അന്നേരവും കിട്ടി. 250 മാർക്കിനായിരുന്നു മെയിൻസ് എക്സാം. 50 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉൾപ്പെടെ 250 മാർക്കിനായിരുന്നു മെയിൻസ് എക്സാം. QA സെഷൻ അതിനകത്തും വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്നാണ് കരുതുന്നത്. 35 ക്വസ്റ്റ്യനും 60 മാർക്കാണ്. അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ സ്കോർ ചെയ്തിരുന്നു. 24 ക്വസ്റ്റ്യനോളം QA സെഷനിൽ സ്കോർ ചെയ്തിരുന്നു. അപ്പം അതിൽ നിന്ന് തന്നെ നല്ല മാർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. മോറോവർ ഒരു 100-ന് മേളിൽ സ്കോർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അതിനുശേഷം നോക്കിയപ്പോഴും 100 കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടി ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കഴിഞ്ഞ വട്ടം കട്ട് ഓഫ് 104 ആയിരുന്നു. അതിൽ താഴെയായിരിക്കും മെയിൻസ് എക്സാമിൻ്റെ കട്ട് ഓഫ് എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. സോ ഞാൻ മെയിൻസ് എക്സാം ക്ലിയർ ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മെയിൻസ് എക്സാം റിസൾട്ട് വന്നപ്പോൾ മെയിൻസ് എക്സാം ക്ലിയറായി എന്നാണ്. ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വന്നു. അതിൽ പിന്നെ ICD ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂവിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാം. SBI POയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ജോബ് ഇൻ്റർവ്യൂ പറയാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും അത്തരം കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ആ ടെൻഷനും അത്തരം കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യണം, ഒരു ഇൻ്റർവ്യൂ പാനൽ ഒരു കാൻഡിഡേറ്റിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത് എന്നതൊരു
പ്രോപ്പർ ഗൈഡൻസും ഒരു എക്സാക്റ്റ് ഇൻഫർമേഷനും ഒക്കെ തന്നത് ജയകൃഷ്ണ സാറാണ് ICDയിൽ വെച്ച്. അതിനുശേഷം മാർച്ച് 2-നായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ SBI ലോക്കൽ ഹെഡ് ഓഫീസ് പൂജപ്പുരയിൽ വെച്ച്. ഞാൻ അവിടെ കയറിയപ്പോൾ ഒരു 7 മെമ്പർ പാനലായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചിരുന്നത്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ജോബ് ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പാനൽ റൂമിൽ കയറുമ്പോൾ ഞാനായിരുന്നു പാനൽ റൂമിൽ 2-മതായിട്ട് കയറിയത്. അപ്പോൾ പാനൽ റൂമിൽ കയറിയപ്പോൾ ഒരു 7 മെമ്പർ പാനലായിരുന്നു. 3 പേര് എൻ്റെ വലതുവശത്തും 3 പേര് ഇടതുവശത്തും ഒരു സാറ് നേരെ ഒരു സോഫയിൽ വരുന്നായിരുന്നു. SBI പാനൽ ഇൻ്റർവ്യൂ എൻ്റെ അടുത്ത് വിവിധ ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യം ചോദിച്ചിരുന്നു. ബാങ്കിങ് റിലേറ്റഡ് ചോദ്യങ്ങൾ, പിന്നെ എൻ്റെ അക്കാഡമിക് പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പിന്നെ സമീപകാല ഇന്ത്യയിൽ നടക്കുന്ന മറ്റ് മാറ്റങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, കർഷക സമരം, ടൂൾ കിറ്റ് ഇഷ്യൂ, അത്തരം കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ എല്ലാത്തിനെ പറ്റിയും അവർ വിശദമായി തന്നെ ചോദിച്ചിരുന്നു. അതിനെല്ലാം സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള മറുപടി നൽകാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. അതിനുശേഷം SBI POയുടെ ഫൈനൽ ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഫൈനൽ ലിസ്റ്റിൽ എനിക്ക് എൻ്റെ റോൾ നമ്പർ അതിൽ കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. ആ കാര്യം അപ്പോൾ തന്നെ ജയകൃഷ്ണൻ സാറിനെയും എൻ്റെ മറ്റ് മെൻറ്റേഴ്സിനെയും എന്നെ ഇതിനകത്ത് സഹായിച്ചിരുന്ന മറ്റുള്ളവരെ എല്ലാവരെയും ഞാൻ അറിയിക്കുകയുണ്ടായി. അവർക്കും അത് വളരെയധികം സന്തോഷകരമാവുകയുണ്ടായി. പിന്നീട് SBI POയുടെ മാർക്ക് ലിസ്റ്റുകളും അത്തരം വന്നു. അപ്പോൾ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന മാർക്കുകൾ തന്നെ ആണ് എനിക്കതിനകത്ത് കിട്ടിയത് എന്നറിഞ്ഞു. അത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. എനിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു യാത്രയിൽ എൻ്റെ ഈ ബാങ്കിങ് മേഖലയിൽ ഒരു നല്ല കരിയർ എന്നത് സ്വപ്നം ഒറ്റയ്ക്ക് നേടിയെടുക്കുക പ്രയാസകരമായിരുന്നു. ICD എന്നൊരു സ്ഥാപനം എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് തന്നെ തരുന്നു. അതായിരുന്നു എനിക്ക് ഈ എക്സാംസൊക്കെ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാനും അതിനകത്തൊരു നല്ല കരിയർ ഉണ്ടാക്കിയെടുക്കാനും എന്നെ സഹായിച്ചത്. ബാങ്കിങ് മേഖലയിൽ ഒരു നല്ല കരിയർ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അവർക്കൊരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് കിട്ടുക എന്നതാണ്. ICD എനിക്ക് നല്ലൊരു പ്രോപ്പർ ഗൈഡൻസ് അതിനകത്ത് തന്നു. അതുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയിൽ ഒരു കരിയർ എനിക്ക് വളരെ അനായാസകരമായി ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ എനിക്കത് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ബാങ്കിങ് മേഖലയിൽ ഒരു നല്ല കരിയർ സ്വപ്നം കാണുന്ന എല്ലാവരും പ്രോപ്പറായിട്ടൊരു ഗൈഡ് ലൈൻസ് എവിടെന്നെങ്കിലും കണ്ടെത്തുക. ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ചേരുക. ബാങ്ക് കോച്ചിങ്ങിന് വളരെ പേരുകേട്ടൊരു നഗരമാണ് കൊല്ലം. ഇഷ്ടംപോലെ ബാങ്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊല്ലം നഗരത്തിലുണ്ട്. എല്ലാത്തിനും ഉപരി ICDയിൽ കോച്ചിങ് പഠിപ്പിക്കുക എന്നതിൽ എല്ലാത്തിനും ഉപരി ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ ഏത് സെക്ഷനാണ് അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്നത്, ഏത് സെക്ഷനാണ് അവർക്ക് വീക്കായിട്ടുള്ളത് എന്നത് ഓരോ വ്യക്തികളെയും എൻ്റെ പേഴ്സണൽ എടുത്താൽ എനിക്ക് അത്തരം കാര്യങ്ങൾ അവിടുത്തെ ഫാക്കൽറ്റീസ് എന്നെ പേഴ്സണലായിട്ട് ഹെൽപ്പ് ചെയ്യുകയുണ്ടായിരുന്നു. അത്തരം ഹെൽപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഈ ബാങ്കിങ് മേഖലയിലൊരു ജോലി എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.